ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച നല്ല അടിപൊളി ചിക്കൻ കറിയാണേ. പിന്നെ ഇത് നമുക്ക് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇവിടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി ഇതെല്ലാം റെഡി വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ചൂടായ പാനിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം 2.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല കളറൊക്കെ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വരണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏതാണ്ട് നന്നായിട്ട് തന്നെ കുഴഞ്ഞു കിട്ടണം കേട്ടോ. ഈ ഒരു പരുവായിരിക്കണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് കളറും ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എണ്ണ ചേർക്കാം. ഉള്ളിയിലെ വെള്ളമൊക്കെ, അതായത് ഉള്ളിയിലെ നീരുണ്ടാവുമല്ലോ, അത് മുഴുവനും വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അപ്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വഴറ്റണം. പിന്നെ ഉള്ളി വേവാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഈ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും സമം ചതച്ചത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ. ആ ടൈമിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇനി തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി അതിൽ ഉടഞ്ഞ് ചേരണം കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ വഴറ്റിയാണ് ചെയ്യേണ്ടത്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി സവോളയിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഇതെല്ലാം കൂടി മിക്സായി നന്നായിട്ട് മൂത്ത് വരട്ടെ. ആ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നില്ലേ? ഇനി ഈ ചിക്കൻ മസാലയും കൂടി, എനിക്ക് കൈക്കണക്കാണ് കേട്ടോ, അതൊക്കെ ടീസ്പൂൺ കണക്കല്ലേ. അപ്പോൾ ആവശ്യാനുസരണം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഈ ഉള്ളിയിലും തക്കാളിയിലും പച്ചമുളകിലും ഒക്കെ ചേർന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ തട്ടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കേട്ടോ ഇപ്പം ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ആവശ്യാനുസരണം നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതല്ലേ, അതുകൊണ്ട് ഓവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിന് വെള്ളം ഇറങ്ങുമോ നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ലേശം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നല്ല കളറല്ലേ, നല്ല ഭംഗിയായി വന്നിട്ടുണ്ടല്ലേ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അപ്പം ഞാൻ ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലല്ലേ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഒരു ഹാഫ് കുക്കായിട്ടുണ്ടാവും ചിക്കൻ. ഹാഫ് കുക്കായതിന് ശേഷം ഞാൻ 2ാം പാല് ചേർത്തിട്ടുണ്ട്. 2ാം പാല് ചേർത്ത് നന്നായിട്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേവട്ടെ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഈ തേങ്ങാപ്പാലിൽ മാത്രമായിട്ടായിരിക്കണം നമ്മുടെ ചിക്കൻ വേവേണ്ടത്. അതിന് ശേഷം ഞാനൊരു ലേശം ഒരു 2-3 ടേബിൾ സ്പൂൺ കുരുമുളകും അതുപോലെ തന്നെ വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതും നന്നായിട്ട് എന്ത് ചെയ്യുക? മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കറിവേപ്പിലേൻ്റെ ആ മണവും അതുപോലെ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക്. ഇനി നമ്മൾ ചേർക്കേണ്ടത് 1ാം പാലാണ്. 1ാം പാല് ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ അടുപ്പയിൽ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ഇറക്കിയേ. ഇപ്പം തന്നെ കാണാൻ നല്ല ടേസ്റ്റ് ഇല്ലേ. ഇനി ഉപ്പ് ആവശ്യാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ.
വളരെ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളേ. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ്.